ഇപ്പം ഞാൻ എങ്ങോട്ടാണ് പോകണതെന്നൊക്കെ ഞാൻ പറയാം. അതിൻ്റെ മുന്നേ എനിക്കൊരു ചെറിയ കാര്യം പറയാനുണ്ട്. വേറെ ഒന്നുമല്ല, നാട്ടിലേക്ക് പോകുന്ന വീഡിയോ കണ്ടിട്ട് നെക്സ്റ്റ് കാണുന്ന ഷോർട്ട്സ് ഇതായിരിക്കും. പാക്കിങ്ങും ഒക്കെ കണ്ടിട്ട് നാട്ടിലേക്ക് പോകുന്നത് മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അവിടെ നിന്ന് എനിക്ക് ഒരു സംഭവം എടുക്കാൻ പറ്റിയിട്ടില്ല. ഒന്നാമത് ഞാൻ കറക്റ്റ് 6 ഡേയ്സിനാണ് പോയത്. അതിൽ 4 ഡേയ്സ് ഞങ്ങൾക്ക് കല്യാണം തന്നെ ഉണ്ടായിരുന്നു. കല്യാണത്തിന് ഞാൻ പൊതുവേ എടുക്കണ്ടെന്ന് വിചാരിച്ചാൽ, കാരണം കുറേ പേര് പ്രൈവസി ഇഷ്യൂ ഉണ്ടാവും. ആൻഡ് ഞാൻ മോളായിട്ട് പോകണുണ്ട്. എൻ്റെ മോൾക്ക് കുറേ പരിചയക്കേടൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവളായിട്ട് എനിക്ക് മാനേജ് ചെയ്യാൻ കഴിഞ്ഞില്ല. ആൻഡ് വരുന്നന്നോ അതിൻ്റെ ഒരു ദിവസം ബ്രേക്ക് എടുത്തിട്ട് പോലും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഒന്നാമത് ഞാൻ വരുന്നന്ന് ഫുഡ് ഇൻഫെക്ഷൻ ബാധിച്ചിട്ടാണ് വരുന്നത്. ഞാൻ വരുന്നന്ന് കറക്റ്റ് 12 മണീൻ്റെ ശേഷം ഞാൻ 1:30 ഇവിടെ നാട്ടിലെ ഹോസ്പിറ്റലിൽ ഗ്ലൂക്കോസും കയറ്റിയിട്ട് അവിടെ ഇരിക്കുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് 6 o'clock എയർപോർട്ടിൽ എത്തണം. നല്ല ടയേർഡായിട്ട് ഫുൾ കറക്റ്റ് ജിദ്ദയിലൊന്ന് എത്തിയാൽ മതി എന്നുള്ള അവസ്ഥയിലായിരുന്നു ഞാൻ അവിടുന്ന് വരുന്നുണ്ടായിരുന്നത്. ആൻഡ് അവിടുന്ന് വന്ന് നമ്മൾ കറക്റ്റ് ലാൻഡ് ചെയ്ത് എയർപോർട്ടിൽ നിന്ന് നേരെ ഞാൻ പോയത് ഹോസ്പിറ്റലിലേക്കാണ്. വീണ്ടും ഗ്ലൂക്കോസ് കയറ്റാൻ അത്രയും ടയേർഡായിട്ട് ഫുൾ ഒരു അവസ്ഥയിലേനു. ഞാൻ എങ്ങനെയോ ഇവിടെ എത്തിയ അവസ്ഥയിലേനു. അതുകൊണ്ട് തന്നെ എനിക്ക് നാട്ടിൽ നിന്നും ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ആൻഡ് ഇത്രയും ദിവസം വീഡിയോസ് ഡിലേ ആയതും കറക്റ്റ് ഈ അസുഖം കാരണേനു. ഞാൻ തല പൊക്കി നീറ്റ് നടക്കാറില്ല, അത്രയും ടയേർഡായിട്ട് ഞാൻ കിടന്നിട്ടുണ്ടായിന്. ഇപ്പം അൽഹംദുലില്ലാ ഒക്കെ റെഡിയായി. വേറെ ആർക്കും ഇതുവരെയായിട്ട് വന്നിട്ടില്ല, വരാതിരിക്കട്ടെ. അത്രയും പെയിനാണ്, നല്ല ടമ്മി പെയിൻ ഉണ്ടാവും, നല്ല വൊമിറ്റിങ് ചെയ്യുന്നു, എല്ലാതും ഉണ്ടായിരുന്നു. നല്ല പനി ഉണ്ടായിരുന്നു. എനിക്ക് ബ്ലഡിലെ പ്ലേറ്റ്ലെറ്റ്സ് കൗണ്ട് വരെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം അൽഹംദുലില്ലാ എല്ലാം റെഡിയായി വരുന്നു. ചെറിയ ക്ഷീണമുണ്ട്, എന്നാലും കുഴപ്പമില്ല, നമ്മളെ വലിയ അസുഖങ്ങളൊക്കെ മാറിയല്ലോ. ആൻഡ് ഇത് ഞാൻ ജിദ്ദയിലെത്തി 1 വീക്ക് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ്. ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയെന്നെ. സത്യം പറഞ്ഞാൽ ഫുഡ് കാണുമ്പോൾ ഒരു ടെൻഷൻ തന്നെയായിരുന്നു എനിക്ക്. പക്ഷേ ഞാൻ ഇത്രയും ദിവസം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അതേപോലെ തന്നെ ലീനുവിനെ ഇതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ പുറത്ത് പോകാത്തതുകൊണ്ട് തന്നെ അവളും അങ്ങനെ വല്ലാണ്ട് പുറത്ത് പോകലില്ല. അപ്പോൾ ഇന്ന് മോളൊക്കെ കൊണ്ടുവന്ന് പോവുകയും ചെയ്യുക. അവളെ കറക്റ്റ് റൂട്ടീനായിരുന്നു. നാട്ടിൽ നിന്ന് വന്ന ആ ടൈമിങ്ങിൽ തന്നെയാണ് അവൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് കുറച്ച് ഡിലേ ആയിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്താൽ, കാരണം അവൾ നേരത്തെ നീറ്റാലും എനിക്ക് നേരത്തെ നീറ്റിട്ട് പ്രത്യേകിച്ച് പണികളൊന്നും ചെയ്യാനില്ലായിരുന്നു. അങ്ങനെ ഞങ്ങളിപ്പോൾ വന്ന് കുറേ നേരം മെനു കാർഡൊക്കെ നോക്കി പഠിച്ച്, പിന്നെ ഞാൻ കാണിക്കുന്ന ഓരോ ആക്ഷൻസ് അവൾ തിരിച്ച് കാണിക്കാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ വന്നിട്ടുള്ളത് അൽഫാമും ഷവർമ അങ്ങനെ കുറച്ച് ഐറ്റംസ് ചെയ്യുന്നു. ഞാനിതിൽ നിന്ന് കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല, കാരണം എനിക്ക് വയറിന് നല്ല പേടിയാണ്. എന്ത് കഴിക്കാനും സത്യം പറഞ്ഞാൽ അപ്പോൾ പേടിയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് മെല്ലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ലേറ്റായി വന്നതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഒരു പ്ലാനും ഇല്ല, ജസ്റ്റ് ഫുഡ് കഴിക്കുക, പോവുക, അതൊക്കെ തന്നെയായിരുന്നു. സോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ.